കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. കൊളപ്പാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കടക വാവു പിതൃബലി തർപ്പണ ചടങ്ങുകൾ ബുധനാഴ്ച നടക്കും. പുലർച്ചെ 5 മണി മുതൽ രാവിലെ 8 മണി വരെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അവസാനഘട്ട ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ്. ക്ഷേത്രം തന്ത്രി തിലഹോമം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം നൽകും. ആചാര്യൻ ബിജു ഗോപിനാഥ് ബലിതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. പ്രത്യേക പൂജകളും ചടങ്ങുകളും നടക്കും. ബലിതർപ്പണത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ക്ഷേത്ര കമ്മിറ്റിയും കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. കൊളപ്പാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ ആഗസ്റ്റ് 12-ാം തീയതി കർക്കിടക വാവു ബലി വളരെ വിപുലമായ രീതിയിൽ കഴിഞ്ഞ 6-7 വർഷങ്ങളായിട്ട് നടക്കുന്ന രൂപത്തിൽ വളരെ വിപുലമായ രീതിയിൽ നടക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ക്ഷേത്രക്കടവ് വൃത്തിയാക്കലടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. 100 കണക്കിന് ഭക്തജനങ്ങൾ സമീപ പ്രദേശങ്ങളിലായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് ഈ അമാവാസി ദിനത്തിൽ എത്തിച്ചേരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പുലർച്ചെ 5 മണി മുതൽ 8 മണി വരെയാണ് നമ്മൾ ഈ ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് സമയം കൊടുത്തിരിക്കുന്നത്. ഇതോടെ അനുബന്ധിച്ച് തന്നെ ഇതിൻ്റെ സുരക്ഷാ കാര്യങ്ങൾ നമ്മളുടെ തിരുവാലി ഫയർഫോഴ്സ്, അതേപോലെ തന്നെ എടവണ്ണ പോലീസ് ഒക്കെ ആയിട്ട് അവരുടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അടുത്ത നാളെ ഒരു ദിവസം കൊണ്ട് അതൊക്കെ പൂർത്തീകരിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിലാണ് ഈ വാവുബലി നടക്കുന്നത്. ഈ കർക്കിടക അമാവാസി ദിനം ഇതിൻ്റെ ഒരു പ്രത്യേകത പൂയ നക്ഷത്രമാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജന്മദിനം കൂടിയാണ്. അദ്ദേഹം കൂടി ജനിച്ച കർക്കിടകത്തിലെ പൂയ നക്ഷത്രത്തിലാണ് ഈ കർമ്മം നടക്കുന്നത്. 3 തരത്തിലുള്ള ബലികർമ്മങ്ങളാണ് ഹൈന്ദവ സമൂഹം ആചരിക്കുന്നത്. ഒന്നാമതായിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളുടെ പിതൃക്കളായിട്ടുള്ള ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 16 ദിവസം വീടുകളിൽ നടത്തുന്ന ബലികർമ്മത്തിനാണ് സബണ്ഡീകരണ ശ്രാദ്ധം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഏകോദിഷ്ട ശ്രാദ്ധം. അത് വർഷത്തിൽ ആ വ്യക്തിയുടെ ജന്മനക്ഷത്രവുമായി കണക്കാക്കുന്നതാണ്. ഇത് ഇന്ന് നമ്മളുടെ ഈ അടുത്ത ദിവസം നടക്കാൻ പോകുന്നത് പാർവണ ശ്രാദ്ധമാണ്. അത് അമാവാസി ദിനത്തിൽ പ്രധാനമായിട്ട് കർക്കിടക വാവിനാണ് ഈ പാർവണ ശ്രാദ്ധ കർമ്മം രാജ്യവ്യാപകമായിട്ട് ഹൈന്ദവ സമൂഹം ആചരിക്കുന്നത്. ഈ പാർവണ ശ്രാദ്ധ കർമ്മമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് മുഴുവൻ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ മുഴുവൻ പിതൃക്കൾക്കും മോക്ഷത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആ പിതൃക്കളുടെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ അനുഗ്രഹം തേടാൻ കൂടി, അതേപോലെ നമ്മുടെ സന്തത പരമ്പരകൾക്കൊക്കെയുള്ള അനുഗ്രഹം തേടാനുള്ള ഒരു പുണ്യമായിട്ടുള്ള ഒരു കർമ്മമായിട്ടാണ് ഈ പാർവണ ശ്രാദ്ധ കർമ്മത്തിനെ നമ്മൾ കണക്കാക്കുന്നത്. കർക്കിടക വാവു ബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകളെയും ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ കർമ്മത്തിൽ തിലഹോമം ക്ഷേത്രത്തിൽ നടക്കുന്നത്. കിഴക്കുംപാട്ട് ശങ്കരനമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് തിലഹോമം നടക്കുന്നത്. അതുപോലെ തന്നെ ബലികർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് ബിജു ഗോപിനാഥ് കൊളപ്പാടാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 96 45 41 58 02 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, എടവണ്ണ. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012 945 198.